ഹലോ ഗൈസ്, വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. സോ നേരത്തെ എടുത്തൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. അതിന് പ്രോപ്പർ ഇൻട്രോ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ഇതിനോട് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. ഗൈസ്, ആക്ച്വലി ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എവറി ഡേ ഈസ് സ്പെഷ്യൽ ഫോർ മീ ഇൻ എ വേ. ഐ ഹോപ്പ് എവറി വൺ നോസ് ദാറ്റ്. എല്ലാ വ്ലോഗ് ഇടുമ്പോഴും എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ളതായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ 2023 എൻ്റെ ഏറ്റവും എന്താ പറയുക ബിഗ് പർച്ചേസ് ഓഫ് ദി ഇയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈഫിൽ തന്നെ നമുക്കൊരു വലിയൊരു നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്നും പറയാം. സോ ഐ ആം ഗെറ്റിംഗ് എ വെഹിക്കിൾ. എല്ലാവരും കണ്ടതുപോലെ തംബ്നെയിൽ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കണ്ടതുപോലെ ഐ ആം ഓണിങ് എ വെഹിക്കിൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇറ്റ്സ് ടാറ്റ നെക്സോൺ. നമ്മളിതാ ഇപ്പം റെഡി ആയിട്ട് പോകാൻ പോവാണ് എൻ്റെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. ഇന്ന് വന്നിട്ട് ഡേറ്റ് വന്നിട്ട് 28 ആണ് ഇന്ന്. അപ്പം ഇനി ഒരു 3 ദിവസം കൂടെ ഉള്ളൂ ഈ ഒരു വർഷം കഴിയാൻ വേണ്ടിയിട്ട്. എനിക്ക് വന്നിട്ട് 2023 ഭയങ്കര നല്ലൊരു വർഷമായിരുന്നു ഇൻ മെനി വേസ്. ലൈക്ക് ദെർ വർ സോ മെനി അപ്പ് ആൻഡ് ഡൗൺസ്, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ഓവറോൾ ഭയങ്കര നല്ലതായിരുന്നു. വി ഗോട്ട് മാരീഡ് ദിസ് ഇയർ. വി ഹാഡ് സം ഗുഡ് തിങ്സ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ്. എനിക്ക് ആർക്കിടെക്ചർ ഫേം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ലായിരുന്നു ഒരു വണ്ടി എൻ്റെ പേരിലൊക്കെ എടുക്കുമെന്നൊക്കെ. ഐ മീൻ ഇപ്പോഴൊന്നും ആലോചിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ ഭാവിയിൽ എടുക്കുമായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉടനെ തന്നെ ഒരു ഡ്രീം ആവുമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ലായിരുന്നു. ഇത് പെട്ടെന്നൊന്നൊരു പ്ലാനിങ് ആയിരുന്നു. എനിക്കൊരു വണ്ടി വേണം എന്നുള്ളൊരു ആവശ്യകത. ഞാൻ വണ്ടികൾ ഓടിക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഐ ഫെൽ ലൈക്ക് ഐ ഷുഡ് ഓൾസോ ഓൺ സംതിങ്. മെയിൻലി ബിക്കോസ് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ടാണ്. ഞാൻ സ്കൂട്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾ. സ്കൂട്ടി ഓടിക്കുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, എനിക്ക് നടുവേദന അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഒക്കെ വന്നു. ഓവർ വെയിറ്റ് ഒക്കെ കാരണം നടുവേദന, അങ്ങനെ ബാക്ക് പെയിൻ, അതിൻ്റെ കുറേ ഇഷ്യൂസ്. ആൻഡ് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ടാണ് കാർ ഓടിക്കാൻ തുടങ്ങിയത്. കാർ പഠിക്കണം എന്ന് കരുതി കാർ ഓടിക്കാൻ തുടങ്ങി. ആൻഡ് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ക്ലച്ചുള്ള വണ്ടികൾ ഓടിക്കാൻ ഇച്ചിരി പാടാണ്. എനിക്ക് പാടെന്ന് വെച്ചാൽ യൂസ് ടു അല്ല, ഈ വണ്ടി തരാറില്ല. മെയിൻ റീസൺ ചോദിച്ചാൽ പറയും പിന്നെ ആവട്ടെ എന്ന്. അപ്പം തരാറില്ലാത്തത് കൊണ്ടും എനിക്കങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ഓട്ടോമാറ്റിക് ആണെങ്കിൽ പിന്നെയും കോൺഫിഡൻ്റ് ആണ്, ലൈക്ക് എടുക്കാൻ പറ്റും. അപ്പം ഞാൻ മുന്നേയൊക്കെ ആയാലും നമ്മൾ വർക്കലയിലൊക്കെ പോയിട്ട് ഉള്ളപ്പോൾ ഓടിച്ചത് ഓട്ടോമാറ്റിക് ആയിരുന്നു. അത് മാമൻ്റെ വണ്ടിയായിരുന്നു. സോ എപ്പോഴും മാമനോട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു കുഞ്ഞ് വണ്ടി വേണമെന്നായിരുന്നു ആഗ്രഹം. ടാറ്റയുടെ തന്നെ ടിയാഗോ ആയിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചത്. ടിയാഗോ ആലോചിച്ചു, അത് മനസ്സിൽ കിടന്ന് തന്നെ വലുതായി പഞ്ചായി. അപ്പോൾ പഞ്ചായിരുന്നു എൻ്റെ മനസ്സിലേറ്റവും ലൈക്ക് ഫിനാൻഷ്യലി ആയാലും എല്ലാ രീതിയിലും ഓക്കെ ആയിട്ടുള്ളത് പഞ്ചെടുക്കാം എന്നുള്ളതായിരുന്നു. ആൻഡ് പഞ്ച് കാണാൻ പോയി. പഞ്ച് ടെസ്റ്റ് റൈഡ് ചെയ്തതിന് ശേഷം മനസ്സിൽ അന്ന് ടെസ്റ്റ് റൈഡ് ചെയ്തതിൻ്റെ അന്നായിരുന്നു നെക്സോണിൻ്റെ പുതിയ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയത്. ആൻഡ് അത് കണ്ടപ്പോഴത്തേക്കും ബിക്ക് ഇഷ്ടപ്പെട്ടു. ബി നെക്സോണിൻ്റെ ഫാനേ അല്ലായിരുന്നു ഇന്നേ വരെ. പക്ഷേ ഫേസ് ലിഫ്റ്റ് വന്നിട്ട് ബിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനാണെങ്കിൽ അപ്പോൾ ബിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് എനിക്കത് വേണം, എനിക്ക് എന്തായാലും വേണം. എനിക്ക് നെക്സോൺ നേരത്തെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോഡലായിരുന്നു. സോ അങ്ങനെ ഗെറ്റിംഗ് എ കാർ, ഗെറ്റിംഗ് നെക്സോൺ. ആക്ച്വലി ഈ ഇൻട്രോ ഞാൻ ഇടുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഇട്ടാൽ കൊള്ളാം. സോ അതെ, തള്ളാണ് സീരിയസ്ലി. ഞാൻ കാര്യങ്ങളല്ലേ പറയണുള്ളൂ അല്ലേ? ഞാൻ കാര്യങ്ങൾ എൻ്റെ യൂട്യൂബിലുള്ളവർ അറിയണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പക്ഷെ എനിക്കറിയാം ഡെയിലി എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട്. വേറെ ആരുമില്ല, എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണത്. എനിക്ക് കമൻ്റ് ഇടുന്ന എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരായാലും അറിയണം എന്നെനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഇത് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഇട്ടെന്നേ ഉള്ളൂ. സോ ഇപ്പം നമ്മൾ എൻ്റെ അച്ഛനെയും ചേച്ചീനെയും വിളിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അവിടെ നിന്ന് അമ്മയും അച്ഛനും മാമനും സ്ട്രേറ്റ് അങ്ങോട്ട് പോയിട്ടുണ്ട്. യെസ്, നമ്മൾ ഇത്രയും പേരാണ് പോകുന്നത്. എൻ്റെ അമ്മയ്ക്ക് പനിയായിട്ട് കിടക്കുവാണ്, അപ്പം അമ്മ വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി വീഡിയോസൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. വണ്ടിയുടെ വീഡിയോ എല്ലാം കാണിക്കാം. അപ്പോൾ ശരി, ബൈ.